ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളവിടെ ചെറുകിഴങ്ങ് നടന്നുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മളൊരു ചെറുകിഴങ്ങ് പറിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ കുറച്ച് ചെറുകിഴങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നടാനായിട്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല മഴ കിട്ടുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ. ഇപ്പോഴും ഒരു മഴയ്ക്ക് നല്ലൊരു കോളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വന്നിട്ട് അത് നടാമെന്ന് വിചാരിച്ചു. മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇന്നത് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പച്ചന് ഓൾറെഡി അത് നടന്ന പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ മൊബൈൽ എടുത്തുകൊണ്ട് വന്ന് ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നടന്ന് കാണാം. നമ്മൾ ചെറുകിഴങ്ങ് നടാനായിട്ട് നമ്മൾ വാരം കൂട്ടിയിടുവാണ് കേട്ടോ. മണ്ണ് കുറച്ചായിട്ടുള്ളൂ, ഇനിയും കുറച്ചധികം വേണം നമുക്കത്. ഇങ്ങനെ മണ്ണ് വാരം കൂട്ടി ഇടണം. ഈ മഴയൊക്കെ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ പെയ്യുന്ന കാരണമാണെന്ന് തോന്നുന്നു കുറച്ച് കോൾഡിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതുകാരണമാണ് സൗണ്ടിനൊരു ചെറിയൊരു വ്യത്യാസം. നമ്മൾ ചെറുകിഴങ്ങ് മുളയ്ക്കാനായിട്ട് നമ്മുടെ അടുക്കള വശത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനത് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ചെറുകിഴങ്ങ് എടുത്തിട്ട് വേണം ഇനി നമുക്ക് പറമ്പിലേക്ക് പോകാനായിട്ട്. അത്യാവശ്യം നന്നായി മുളച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല മുള വന്നിട്ടുണ്ട്. ഇനി ഇത് വേണം നമുക്ക് കൊണ്ടുപോയിട്ട് നടാനായിട്ട്. അപ്പോൾ അതെ നമ്മൾ നമ്മുടെ മുളച്ച ചെറുകിഴങ്ങ് നടാൻ കൊണ്ടുപോകണ്ട. ഒരു കാന പോലെ ഇങ്ങനെ കയറി വെച്ചേക്കുവാണ്. ഇനി അതിൽ വേണം നമ്മുടെ ഇവിടെ ഇരിക്കണം നമ്മുടെ ചെറുകിഴങ്ങ് നടാനായിട്ട്. ചെറുകിഴങ്ങ് നമ്മൾ നട്ട് തുടങ്ങിയിട്ടാണ്. നമ്മൾ ഈ പണ്ട് കാലത്തൊക്കെ കഴിച്ചിരുന്ന എല്ലാവരുടെ വീട്ടിലും കിട്ടിയിട്ടുണ്ടായിരുന്ന സാധനമാണ്. ഇപ്പം അങ്ങനെ എല്ലായിടത്തും അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ലാത്തൊരു സാധനമാണ് ചെറുകിഴങ്ങ്. കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ചെറുകിഴങ്ങ്. അപ്പോൾ എന്തായാലും നമ്മളത് കളയാണ്ട് തന്നെ വിത്ത് മുളയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ രണ്ടാമത് നടുകയാണ്. നമ്മളിതേ മുള വന്ന ഭാഗം പുറത്തേക്ക് ആക്കിയിട്ടാണ് നടണത്. നമ്മൾ നമ്മുടെ പറമ്പിലേക്ക് കുറച്ച് ചാണകം കൊണ്ട് തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ എല്ലാത്തിനും ആവശ്യത്തിനായിട്ടുള്ള ചാണകം എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുകിഴങ്ങിനും നട്ട് കഴിയുമ്പോൾ കുറച്ച് ചാണകം ഇടാം. നമ്മളെല്ലാത്തിൻ്റെ കടയിലേക്കും ചാണകം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ മണ്ണുണ്ടതേ മൂടിയിടണ്ട. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 6 ചെറുകിഴങ്ങിൻ്റെ കട നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മണ്ണൊക്കെ ഇട്ട് ചാണകമൊക്കെ ഇട്ട് നമ്മൾ മൂടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ഇത് മുളച്ച് വരുന്നത് നോക്കണം. അപ്പോൾ ചെറുകിഴങ്ങൊക്കെ നട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിനി ചീര പറിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ പറമ്പിൽ ഞാനൊരു 3 കട ചീര വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇലയൊക്കെ അത്യാവശ്യം നല്ല വലുപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി വന്നേക്കുവാണെന്ന് മുറിച്ചെടുക്കാനായിട്ട്. മമ്മിയോടെല്ലാം പറഞ്ഞു. അപ്പോൾ ചീര നമ്മൾ പറിച്ചെടുത്തു കേട്ടോ. ഇത്രയും ചീര കിട്ടിയിട്ടുണ്ട്. അപ്പം കത്തി വേണം ഒരു പച്ചമുളകൊക്കെ നട്ടിട്ടേ എന്താണെന്നറിയില്ല, അധികം അങ്ങനെ വലിപ്പം വയ്ക്കണില്ല. പക്ഷേ ഇതെൻ്റെ അമ്മയുടെ അവിടെ നിന്ന് ഞാൻ കൊണ്ടതാണ്. അമ്മ നട്ടതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഒരു വിരലിൻ്റെ അത്രയ്ക്കും വലിപ്പമുണ്ട്. ഇതെന്താണെന്ന് അറിയില്ല, ഇത് എൻ്റെ ഇവിടത്തേക്ക് എന്തായാലും ശോഷിച്ച് നിൽക്കണത്. ഇത് ചീര മാത്രം പോരല്ല, അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് മുരിങ്ങേൻ്റെ ഇലയും കൂടി വേണം. അത് നമ്മുടെ അത്യാവശ്യം നല്ല മുരിങ്ങേൻ്റെ ഇലയുണ്ട്. മഴ വരുന്നുണ്ട്. അപ്പോൾ മഴയ്ക്ക് മുമ്പായിട്ട് എല്ലാ പണികളും കഴിക്കാൻ വെച്ചിട്ടാണ്. കാരണം കറണ്ട് പോകും എന്തായാലും മഴ പെയ്യുമ്പോൾ. അപ്പോൾ അതിന് മുമ്പ് തന്നെ എല്ലാ പണികളും ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാം. അത്ര മതിയാകും. അതിനകത്തേക്കൊരു തോരൻ പോലെ വയ്ക്കാൻ. പുള്ളിട്ടിയാ പുള്ളി പറിച്ചാ? നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മമ്മി കുറച്ച് കപ്പ പറിക്കാൻ വേണ്ടായിരുന്നു. അത് കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ ആൾ ചെറുതായിട്ടൊന്ന് വീണു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ച് നമ്മുടെ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ആൾ കുഴപ്പമില്ല, ആൾ ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ രാത്രി ആയിട്ടുണ്ട്.
നല്ല മഴയ്ക്ക് നല്ല കോളുണ്ട്, നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പാളിപ്പോയിട്ടുണ്ട്, അപ്പോൾ ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.